കൂട്ടുകാരെ, ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഹിന്ദി പഠിപ്പിക്കാൻ പോവാണ്. ഹിന്ദി സംസാരിക്കാനാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പം ഒരുപാട് ക്ലാസ് നേരത്തെ ഞാൻ പഠിപ്പിച്ചുകൊണ്ട് അത് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം എളുപ്പത്തിൽ സംസാരിക്കാൻ പറ്റും. അപ്പം നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിലേ നമുക്കത് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ വിശക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനൊക്കത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് ആഗ്രഹം വേണം എന്ത് പഠിക്കണമെന്നുള്ള, സംസാരിക്കണമെന്നുള്ള, ഒരാളുടെ അടുത്ത് ഹിന്ദിയിൽ സംസാരിക്കണമെന്നുള്ളൊരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇന്ന് നമുക്ക് ഇത് അത്യാവശ്യം ചില സാഹചര്യങ്ങളിൽ ആവശ്യം വരുന്ന കാര്യമാണ്. ഞാൻ എപ്പോഴും പഠിപ്പിക്കാറുള്ളത് വളരെ ആവശ്യം വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇത് വളരെ അപൂർവങ്ങളിൽ സംഭവിക്കുന്ന കാര്യമായിരിക്കും. എന്നാലും നമുക്ക് ആവശ്യം ചിലപ്പോൾ സാഹചര്യങ്ങളിൽ വന്നേക്കാം. അപ്പം നിങ്ങൾക്ക് പറയേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രായമുള്ള ഒരു അപ്പൂപ്പൻ്റെ കയ്യിൽ നിന്ന് ഒരു കള്ളൻ ഒരു ബാഗ് കട്ടണ്ട് പോവുകയാണ്. അപ്പം നമ്മൾക്ക് അപ്പൂപ്പൻ്റെ അടുത്ത് ഇതൊന്ന് ചോദിക്കണം. എന്നിട്ട് അപ്പൂപ്പൻ അതിനെ അവിടെ ബാഗ് മേടിച്ചിട്ട് കൊടുക്കണം. അപ്പം നമ്മളെങ്ങനെ അപ്പൂപ്പനായിട്ട് സംസാരിക്കും, അതുപോലെ കള്ളനായിട്ട് എങ്ങനെ സംസാരിക്കും, അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ശരിക്കും ശ്രദ്ധയോടെ കേൾക്കണം. അപ്പം ഞാൻ പഠിപ്പിച്ചു തരാം. വളരെ ഒരു കഥ പറഞ്ഞു തരുന്ന പോലെ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാം, പഠിപ്പിച്ചു തരാം. അപ്പോൾ അത് വളരെ ശ്രദ്ധയോടെ കേൾക്കുക. അപ്പോൾ ഓരോ വാക്കുകളും ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആ ഓരോ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കി പഠിക്കാം. അപ്പം ഞാൻ പഠിപ്പിക്കാം കേട്ടോ. അപ്പൂപ്പൻ്റെ ഒരു ആള് ബാഗ് എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പം നമ്മൾ അപ്പൂപ്പൻ്റെ അടുത്ത് ചെല്ലുകയാണ്. ഇത് നമ്മൾ ചെല്ലുന്ന സ്ഥലം മുംബൈയിലാണ്. അപ്പം നമ്മൾ അപ്പൂപ്പനെ കണ്ടിട്ട് ചോദിക്കുകയാണ്, ദാദാജി ക്യാ ഹുവ ആപ്പ് ക്യൂ റോ രഹാ ഹൈ, ദാദാജി ക്യാ ഹുവ ആപ്പ് ക്യൂ റോ രഹാ ഹൈ എന്ന് ചോദിക്കുകയാണ്. അപ്പൂപ്പ, നിങ്ങൾക്ക് എന്ത് പറ്റി, നിങ്ങൾ എന്താണ് കരയുന്നത്? വോ ദേക്കിയ ബേട്ട എന്ന് പറയാണ്. വോ ദേക്കിയ ബേട്ട എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നോക്ക് മോനെ. മേരാ ബാഗ് ലേക്കർ ഏക്ക് ചോർ ഭാഗ് ഗയാ ഹൈ. എൻ്റെ ബാഗ് എടുത്തുകൊണ്ട് ഒരു കള്ളൻ ഇവിടുന്ന് ഓടിപ്പോയിരിക്കുകയാണ്. ചോർ മേരാ ബാഗ് ലേക്കർ യാസെ ഭാഗ് ഗയാ ഹൈ. ഇവിടുന്ന് ഓടിപ്പോയിരിക്കുകയാണ്. ഭാഗ് ഗയാ, ഇവിടുന്ന് ഓടിപ്പോയി. അപ്പം നമ്മൾ അപ്പൂപ്പൻ്റെ അടുത്ത് പറയാണ്, ദാദാജി ആപ്പ് റോനാമത്ത് എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? റോനാമത്ത്, കരയണ്ട അപ്പൂപ്പ, നിങ്ങൾ കരയണ്ട. മേ മദത് കറൂങ്ക, മേ ആപ്കാ സെറൂർ മദത് കറൂങ്ക. മേ ആപ്കാ മദത് കറൂങ്ക എന്ന് പറഞ്ഞാൽ എന്തുവെന്നറിയോ? ഞാൻ നിങ്ങളെ സഹായിക്കാം അപ്പൂപ്പ. റോനാമത്ത്, കരയണ്ട. ആപ്പ് മേരാ ആനെ തക്ക് യഹാ ഇന്തസാർ കീജിയെ. മേരാ ആനെ തക്ക് ആപ്പ് മേരാ ഇന്തസാർ കീജിയെ എന്ന് പറഞ്ഞാൽ ഞാൻ വരുന്നത് വരെ താങ്കൾ എനിക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുക അപ്പൂപ്പ. മേ ആനെ തക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ വരുന്നത് വരെ. മേര ഇന്തസാർ കീജിയെ. ഇന്തസാർ എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുക. ഇന്തസാർ കാത്തിരിക്കുക. ഞാൻ വരുന്നത് വരെ നിങ്ങളിവിടെ കാത്തിരിക്കുക. മേ ആപ്കാ ബാഗ് വോ ചോർ സെ ചീൻ കർ ലാവുങ്ക. മേ ആപ്കാ ബാഗ് വോ ചോർ സെ ചീൻ കർ ലാവുങ്ക എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പൂപ്പൻ്റെ ബാഗ് ആ കള്ളൻ്റെ അടുത്തുനിന്ന് പിടിച്ച് ബലം പ്രയോഗിച്ച് മേടിച്ചുകൊണ്ട് വരും. ചീൻകർ, അവനിൽ നിന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുവരും. ചീൻകർ എന്ന് പറഞ്ഞാൽ തട്ടിപ്പറിച്ച് കൊണ്ടുവരിക, ബലം പ്രയോഗിച്ച് മേടിച്ചുകൊണ്ട് വരിക. ഞാൻ കൊണ്ടുവരും എന്ന് പറയുകയാണ്. ആപ്പ് റോനാമത്ത്, ആപ്പ് പരീക്ഷാനോനേക്ക് കോയി ബാത്ത് നെയ്യ്. ആപ്പ് പരീക്ഷാനോനേക്ക് കോയി ബാത്ത് നെയ്യ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല അപ്പൂപ്പ എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ മേടിച്ചിട്ട് തരാം, നിങ്ങൾ പേടിക്കണ്ട എന്നൊക്കെ നമുക്ക് പറയാമല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഓടിപ്പോവുകയാണ്. ഓടിപ്പോവെന്ന് പറഞ്ഞാൽ കള്ളൻ നല്ല സ്പീഡിൽ പോവുകയാണ്. അപ്പോൾ കള്ളൻ്റെ പുറകെ നമ്മൾ ഓടിപ്പോവാണ്. അരേ റുക്ക് ചോർ മേ തേരാക്കോ സെറൂർ പക്കടുങ്ക. റുക്ക് ചോർ എന്ന് പറഞ്ഞാൽ നീ അവിടെ നിൽക്ക് കള്ള, ഞാൻ നിന്നെ പിടിക്കും. മേ സെറൂർ തുമേ പക്കടുങ്ക, ഞാൻ നിന്നെ ഉറപ്പായിട്ടും പിടിക്കും എന്ന് പറയാണ്. മേരക്കോ തൂ പക്കഡ് നഹീ സക്ത എന്ന് പറയാണ് കള്ളൻ. മേരക്കോ തൂ പക്കഡ് നഹീ സക്ത, എന്നെ നീ പിടിക്കത്തില്ലെന്ന് പറയാണ് കള്ളൻ. തൂ ദേഖ്ന ചോർ മേ തുമേ സെറൂർ പക്കടുങ്ക, നീ നോക്കിക്കോ കള്ള, ഞാൻ നിന്നെ ഉറപ്പായിട്ടും പിടിക്കും എന്ന് പറഞ്ഞ് നമ്മൾ ഓടിപ്പോവാണ്. നമ്മൾ വേട്ടക്കാര സിനിമയിലൊക്കെ വിജയൊക്കെ ഓടിപ്പോയി പിടിക്കത്തില്ലേ, ഓടത്തില്ലേ, അങ്ങനെ ഓടിപ്പോവാണ്. നമ്മൾ ഭയങ്കര വേഗത്തിൽ ഓടിപ്പോയി നമ്മൾ കള്ളൻ്റെ മുമ്പിൽ ഒരു സ്റ്റൈലിൽ ഇങ്ങനെ നിൽക്കുവാണ്. എന്നിട്ട് കള്ളൻ്റെ അടുത്ത് പറയാണ്, मैंने बोला था ना तुमसे मैं तुम्हें जरूर पकड़ूंगा. ഞാൻ പറഞ്ഞില്ലായിരുന്നാ
മേ ബോലാദാനാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലായിരുന്നാ, മേ തുമേ സെറൂർ പക്കടുങ്ക, ഞാൻ പറഞ്ഞില്ല ഞാൻ തീർച്ചയായിട്ടും ഉറപ്പായിട്ട് പിടിക്കുമെന്ന്. സെറൂർ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട്, സെറൂർ പക്കടുങ്ക, മേ തുമേ സെറൂർ പക്കടുങ്ക, പക്കടുങ്ക എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ ഉറപ്പായിട്ട് പിടിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ. तू क्यों वो दादाजी का बैग लेकर भाग गया എന്ന് ചോദിക്കുകയാണ്. तू वो दादाजी का बैग लेकर क्यों भाग गया, നീ എന്തിനാണ് ദാദാജിയുടെ ബാഗ് എടുത്തുകൊണ്ട് പോയത്? മുझे पैसा का ज़रूरत था इसीलिए मैंने चोरी किया, എനിക്ക് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു. മുझे पैसा का ज़रूरत था എന്ന് പറഞ്ഞാൽ മുझे पैसा का ज़रूरत था, എനിക്ക് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു. ഇസിലിയെ മേനെ ചോറി കിയ, എനിക്ക് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കളവ് ചെയ്തത്. തുമേ ശരം നെയ് ആത്തേ ക്യാ, തുമേ ശരം നെയ് ആത്തേ എന്ന് നമ്മൾ ചോദിക്കുകയാണ്. തുമേ ശരം നെയ് ആത്തേ ക്യാ, ഇത്രേ ബൂढ़े इंसान का बैग चोरी करने में तुम्हें शर्म नहीं आते क्या എന്ന് ചോദിക്കുകയാണ്. ഇത്രേ ബൂढ़े आदमी का बैग चोरी करने में तुम्हें शर्म नहीं आते എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രായമുള്ള ഒരു ആളുടെ ബാഗ് കട്ടെടുക്കാൻ നിനക്ക് നാണം തോന്നിയില്ലെന്ന് ചോദിക്കുകയാണ്. അപ്പം കള്ളം പറയാണ്, യേ മേരാ കാം ഹേ, ചോറി കർണ മേരാ കാം ഹേ, ഇതെൻ്റെ ജോലിയാണ്, ഞാൻ കള്ളനാണ്. ചോറി കർണ മേരാ കാം ഹേ, കളവ് ചെയ്യുന്നത് എൻ്റെ ജോലിയാണ് എന്ന് പറയാണ്. തൂ ബാഗ് വാപ്പസ് നഹീ ദിയാ തോ മേ മേരാ ഹാത്ത് തേരെ ഗാൽ പേ പടേഗാ, തൂ ബാഗ് വാപ്പസ് നഹീ ദിയാ തോ മേരാ ഹാത്ത് തെരെ ഖാൽ പേ പടേഗാ എന്ന് നമ്മൾ പറയുകയാണ്. സ്റ്റൈലിൽ ഡയലോഗ് പറയുകയാണ്. തൂ ബാഗ് വാപ്പസ് നഹീ ദിയാത്തോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബാഗ് എനിക്ക് തിരിച്ചു തന്നില്ലെങ്കിൽ എൻ്റെ കൈ നിൻ്റെ കവളിൽ പതിയും. ഗാൽ മേ പടേഗ എന്ന് പറഞ്ഞാൽ എൻ്റെ കൈ നിൻ്റെ മുഖത്ത് കൊള്ളുമെന്ന് പറയുകയാണ്. ഇസിലിയെ തൂ മേരെ സെ തപ്പട് നഹീ ഗാനാ ചാത്തേ തോ ബാഗ് വാപ്പസ് ദേ ദേ എന്ന് പറയാണ്. നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് അടി മേടിക്കണ്ടെങ്കിൽ നീ ആ ബാഗ് എനിക്ക് തിരിച്ചു താ. വാപ്പസ് ദേ ദേ എന്ന് പറഞ്ഞാൽ തിരിച്ചു താ. എൻ്റെ കയ്യിൽ നിന്ന് അടി മേടിക്കണ്ടെന്നുണ്ടെങ്കിൽ നീ ആ ബാഗ് എനിക്ക് തിരിച്ചു താ. മുസ്സെ മാർ ഖാനാനായി ചാത്തേ തോ തൂ ബാഗ് വാപ്പസ് ദേ ദേ എന്ന് പറയാണ്. നീ എൻ്റെ കയ്യിൽ നിന്ന് അടി മേടിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ എനിക്ക് ആ ബാഗ് തിരിച്ചു താന്ന് നമ്മൾ പറയാണ്. അപ്പം അവൻ പറയാണ്, മേ നഹീ ദൂങ്ക തേരേ ജേസാ ബഹുത് ദേക്കാ ഹേ മേനെ, മേ നഹീ ദൂങ്ക, ഞാൻ തരത്തില്ല. നഹീ ദൂങ്ക എന്ന് പറഞ്ഞാൽ ഞാൻ തരത്തില്ല. മേ നഹീ ദൂങ്ക, മേ തേരേ ജേസാ ബഹുത് ദേക്കാ ഹേ, മേ തേരേ ജേസാ ബഹുത് ദേക്കാ ഹേ, ഞാൻ നിന്നെ പോലെ കുറേ പേരെ കണ്ടിട്ടുണ്ട്, ഞാൻ ബാഗ് തരത്തില്ല എന്ന് പറയാണ്. അപ്പോൾ നമ്മൾ ഒട്ടും വിട്ടു കൊടുക്കല്ലേ. നമ്മളെ ഡയലോഗ് പറഞ്ഞാൽ നമ്മൾ അതിനെക്കാട്ടിലും വലുത് നമ്മൾ അവനോട് അങ്ങോട്ട് പറയണം. അപ്പോൾ നമ്മൾ പറയാണ്, തൂനെ ബഹുത് ദേക്കാ ഹോഗാ, തൂനെ ദേക്കാ ഹോഗാ, ബഹുത് ദേക്കാ ഹോഗാ എന്ന് പറഞ്ഞാൽ നീ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. तू देखने से भी सादा तुम्हें दिखाने वाला हूँ मैं, तू देखने से भी सादा तुम्हें दिखाने वाला हूँ मैं, നീ കണ്ടതിനെക്കാട്ടിലും വലുത് നിന്നെ കാണിക്കാൻ പോകുന്നതാണ് ഞാൻ. तू देखा होगा पहले किसी को लेकिन मैं वो जैसा नहीं है, वो जैसा नहीं है, നീ കണ്ടു കാണും പലരെ, പക്ഷെ ഞാൻ അതുപോലെ അല്ല. मेरे को एक आदमी देखता है तो कभी वो मुझे भूलता नहीं, എന്നെ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ ഒരിക്കലും മറക്കത്തില്ല എന്ന് നമ്മൾ പറയുകയാണ്. ഇസിലിയെ തൂ ഇജ്സത്തെ वो बैग वापस दे दे, തൂ ഇജ്സത്തെ ബാഗ് വാപ്പസ് ദേ ദേ എന്ന് പറഞ്ഞാൽ നീ മര്യാദക്ക് ആ ബാഗ് എനിക്ക് തിരിച്ചു താ. नहीं तो तुझे इतना मारूंगा कि तेरे को दर्द कहाँ से हुआ तुम्हें पता नहीं चलेगा, कहाँ कहाँ हो रहा है तुम्हें पता नहीं चलेगा. നീ മര്യാദക്ക് ബാഗ് തിരിച്ചതാ, അല്ലെങ്കിൽ നിനക്ക് വേദന ഏതൊക്കെ വഴി വരുന്നെന്ന് നിനക്ക് പറയാൻ പറ്റത്തില്ല. ദർദ് കിദർ സേ ഹുവാ തുമേ പത്താ നഹീ ചലേഗാ, കിദർ സേ ഹുവാ എന്ന് പറഞ്ഞാൽ നിനക്ക് എതിലം വഴി വേദന വന്നെന്ന് നിനക്ക് മനസ്സിലാകത്തില്ല. ഉത്തനാ മാറൂങ്ക മേ തുമേ, ഉത്തനാ മാറൂങ്ക മേ തുമേ, ആ രീതിയിൽ ഞാൻ നിന്നെ അടിക്കും, അതുകൊണ്ട് ബാഗ് തിരിച്ചു തന്നേക്ക് എന്ന് പറയാണ്. അപ്പം കള്ളന് പേടിയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും അവൻ കള്ളനല്ലേ, അതുകൊണ്ട് അവൻ തോ ദേഖ്താ ഹോ തുझे, തൂ ജോ കർനാ ഹേ കറോ എന്ന് പറയാണ് കള്ളൻ.
അപ്പം നമ്മൾ അവനിട്ട് ഒരൊറ്റ അടി കൊടുക്കുവാണ്, നല്ല കൈ വീശി ഒരു എണ്ണം വെച്ച് അവനിട്ട് കൊടുക്കുവാണ്. അവൻ അത്രയും ഡയലോഗ് നമ്മുടെ അടുത്ത് പറയാൻ പാടില്ല, നമ്മൾ ആരാണെന്ന് നമുക്ക് അവനെ കാണിക്കണ്ടേ. അപ്പം നമ്മൾ അവനിട്ട് ഒരൊറ്റ അടി കൊടുക്കുവാണ്. അപ്പോൾ അവൻ പേടിച്ചു പോയി. അരേ ഭായ് റുക്കോ മുझे മത്ത് മാറന, ഭായ് റുക്കോ മുझे മത്ത് മാറന എന്ന് പറയാണ്. അടിക്കരുത് ചേട്ടാ, നിൽക്കെന്ന് പറയാണ്. അഭി തുമേ മേ ഭായ് ലഗ് രഹാ ഹോ, തോടി ദേർ കെ ബാദ് തു മേരക്കോ ബാപ്പ് ബോലേഗാ. ഇപ്പം ഞാൻ നിനക്ക് ചേട്ടനായി, കുറച്ചുകൂടെ കഴിയുമ്പോൾ നീ എന്നെ അച്ഛനെന്ന് വിളിക്കും, ആ രീതിയിൽ ഞാൻ നിന്നെ അടിക്കുമെന്ന് പറയാണ്. വേസെ മാറുങ്കാ മേ തുझे ഇസിലിയെ ബാഗ് ദേതോ, അതുപോലത്തെ അടിയാൻ നിന്നെ അടിക്കും. ഇപ്പം നീ എന്നെ ചേട്ടനെന്ന് വിളിച്ച്, കുറച്ചുകൂടെ കഴിയുമ്പോൾ നീ എന്നെ അച്ഛനെന്ന് വിളിക്കും, ആ രീതിയിൽ ഞാൻ നിന്നെ അടിക്കും. അതുകൊണ്ട് നീ ആ ബാഗ് എനിക്ക് തിരിച്ചു താന്ന് നമ്മൾ പറയാണ്. അപ്പം അയാൾ പറയാണ്, ടീക്കെ ഭയ്യ മേ ആപ്കോ ബാഗ് ദേത്താവോ മുझे ഓർ മത്ത് മാറന, ഞാൻ നിങ്ങൾക്ക് ബാഗ് തിരിച്ചു തരാം. ഭയ്യ മേ ആപ്കോ ബാഗ് വാപ്പസ് ദൂങ്ക, ഞാൻ നിങ്ങൾക്ക് ബാഗ് തിരിച്ചു തരാം. വാപ്പസ് ദൂങ്ക എന്ന് പറഞ്ഞാൽ തിരിച്ച് നിങ്ങൾക്ക് ബാഗ് തരാം. അപ്പോൾ മുझे മാറന മത്ത്, നിങ്ങളെ ഇനി എന്നെ അടിക്കരുതും. വാപ്പസ് ദൂങ്ക എന്ന് പറഞ്ഞാൽ തിരിച്ചു തരാം. ഇത്തരം അപ്പം മുझे മാറന മത്ത്, ഇനി നിങ്ങൾ എന്നെ അടിക്കരുതും എന്ന് പറയാണ്. तो ठीक है, पहले तुमने मुझे बैग दिया होता तो तू इतना मार खाना नहीं पड़ता എന്ന് പറയാണ്. നീ നേരത്തെ എനിക്ക് ബാഗ് തന്നിരുന്നെങ്കിൽ നീ ഇത്ര അടി എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കേണ്ടി വരത്തില്ല, ഇത്ര അടി നീ കൊള്ളേണ്ടി വരത്തില്ലായിരുന്നു. तू मुझे पहले बैग देता तो तू इतने मार नहीं खाना पड़ता. നീ എന്ന് വെച്ചാൽ तू पहले मुझे ബാഗ് देता എന്ന് പറഞ്ഞാൽ നീ നേരത്തെ എനിക്ക് ബാഗ് തന്നിരുന്നെങ്കിൽ ഇത്ര അടി നീ കൊള്ളേണ്ടി വരത്തില്ലായിരുന്നു. മുझे മാർ നഹീ ഖാന പടുത്താ തുझे എന്ന് പറയാണ്. എന്ന് പറഞ്ഞാൽ നീ ഇത്ര അടി എൻ്റെ കയ്യിൽ നിന്ന് കൊള്ളണ്ടായിരുന്നു. തൂ ബാഗ് മുझे ദേ ദേ എന്ന് പറഞ്ഞ് നമ്മൾ ബാഗ് മേടിക്കുകയാണ്. ബാഗ് മേടിച്ചിട്ട് നമ്മൾ അപ്പൂപ്പൻ്റെ അടുത്ത് ചെല്ലുകയാണ്. എന്നിട്ട് പറയാണ്, അപ്പൂപ്പ ദാദാജി ആപ്പ് റോനാ മത്ത്, മേനെ ആപ്കാ ബാഗ് വാപ്പസ് ലേക്കർ ആയാ ഹേ. അപ്പൂപ്പ നിങ്ങൾ കരയണ്ട, നിങ്ങളുടെ ബാഗ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വാപ്പസ് ലേക്കർ ആയെന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾ കരയണ്ട അപ്പൂപ്പ എന്ന് പറയാണ്. അപ്പോൾ റോനാ മത്ത് ദാദാജി മേനെ ആപ്കാ ബാഗ് വാപ്പസ് ലേക്കർ ആയാ ഹേ. അപ്പൂപ്പ നിങ്ങൾ കരയണ്ട, ഞാൻ നിങ്ങളുടെ ബാഗ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അപ്പൂപ്പനോട് പറയാണ്, ദാദാജി ആപ്പ് ദേക്കോ ഇസ്മേ ആപ്കാ കീംതി ചീസ് ഹേ കി നഹി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇതിനകത്ത് ഉണ്ടോ ഇല്ലെന്ന് നോക്ക്. ആപ്കി കീംതി ചീസ് ഇസ്മേ ഹേ കി നഹി എന്ന് പറഞ്ഞാൽ ഈ നിങ്ങൾക്ക് വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇതിനകത്ത് ഉണ്ടോ ഇല്ലെന്ന് നിങ്ങൾ നോക്കാൻ പറയാണ്. അപ്പോൾ അപ്പൂപ്പൻ പറയാണ്, मेरे पास इसमें कोई पैसा नहीं है बेटा, ये चोर लेकर भी गया तो उसको कोई फ़ायदा नहीं होगा എന്നപ്പം പറയാണ്. मेरे पास कोई पैसा नहीं है बेटा, എൻ്റെ കയ്യിൽ ഒരു പൈസയും ഇല്ല. ഈ കള്ളൻ ആ ബാഗ് കൊണ്ട് പോയിരുന്നെങ്കിലും ചോറ് ബാഗ് ലേക്കർ ഗയാ ഹോത്താ തോബി എന്ന് പറഞ്ഞാൽ ഈ കള്ളൻ ഈ ബാഗും കൊണ്ട് പോയിരുന്നെങ്കിൽ പോലും അതുകൊണ്ട് അയാൾക്കൊരു പ്രയോജനം കിട്ടത്തില്ല. ഉസേ കോയി ഫൈദ നഹീ ഹോത്താ, ഫൈദ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാകത്തില്ല. ആ കള്ളൻ അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാകത്തില്ല. ആ കള്ളൻ അതുകൊണ്ട് പോയിരുന്നെങ്കിലും കള്ളൻ അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാകത്തില്ലെന്ന് അപ്പം പറയുകയാണ്. അപ്പം ദാദാജി ഇസ്മേ ക്യാ ചീസ് എന്ന് നമ്മൾ ചോദിക്കുകയാണ്. നമുക്കൊരു ആകാംക്ഷക്ക് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്, അപ്പൂപ്പ നിങ്ങളുടെ ബാഗിനകത്ത് എന്താണ്, ഇസ്മേ ക്യാ ചീസ്, എന്താണ് ഈ സാധനം, എന്താണ് ഇതിനകത്ത് ഉള്ളതെന്ന് ചോദിക്കുകയാണ്. അപ്പൂപ്പ പറയുവാണ്, ഇസ്മേ മേരാ കുച്ച് സറൂരി കാഗസ് ഹേ ബേട്ടാ, ഇസ്മേ മേരാ കുച്ച് കാഗസ് ഹേ, എൻ്റെ കുറച്ച് അത്യാവശ്യമുള്ള പേപ്പറുകളാണ്. ഇസ്കെ അലാവ ഇസ്മേ കുച്ച് നഹീ ഹേ ബേട്ടാ, അല്ലാതെ ഇതിനകത്ത് ഒന്നും ഇല്ല മോനെ. തോ ചലിയേ ദാദാജി ഹം ജാത്തേ എന്ന് പറയാണ്. അപ്പം അപ്പൂപ്പ ഞാൻ പോവുകയാണെന്ന് നമ്മൾ പറയാണ്. ചലിയേ ദാദാജി മേ ജാത്താവൂ എന്ന് പറഞ്ഞാൽ ഞാൻ പോവുകയാണ് അപ്പൂപ്പ, ശരി അപ്പൂപ്പ എന്ന് പറയാം. അപ്പം അപ്പൂപ്പനോട് ചോദിക്കുകയാണ്, ആപ്പ് കഹാ ജാനേക്കെ ലിയേ റുക്കാ ഹേ യാപ്പർ എന്ന് ചോദിക്കുകയാണ്. നിങ്ങളിവിടെ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പൂപ്പ നിങ്ങളിവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം അപ്പൂപ്പ നമ്മുടെ അടുത്ത് പറയുകയാണ്, ബേട്ടാ മേ ബസ് കാ ഇന്തസാർ കർ രഹാ താ, മേ ബസ് കാ ഇന്തസാർ കർ രഹാ താ എന്ന് പറഞ്ഞാൽ ഞാൻ ബസ് കാത്ത് നിൽക്കുകയായിരുന്നു മോനെ, ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ബസ് കാ ഇന്തസാർ കർ രഹാ താ, ഇന്തസാർ എന്ന് പറഞ്ഞാൽ കാത്ത് നിൽക്കുക, പ്രതീക്ഷിച്ച് നിൽക്കുക.
ബസ് കാത്ത് നിൽക്കുകയായിരുന്നു. तो ठीक है दादाजी, आप बस में मत चलना, मैं आपको आपके घर पे छोड़ दूंगा, आपका घर कहाँ पे है? ശരി അപ്പൂപ്പ, നിങ്ങൾ ബസ്സിന് പോകണ്ട, നിങ്ങളെ ഞാൻ വീട്ടിലേക്ക് വിട്ടു തരാം, നിങ്ങളുടെ വീട് എവിടെയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അപ്പൂപ്പൻ പറയാണ്, മുംബൈ മേ യാ മേ പാസ് കുച്ച് ദൂർ ഹേ, 10 കിലോമീറ്റർ ദൂരി പേ മേരാ ഘർ. ഇവിടെ മുംബൈയിൽ തന്നെയാണ് എൻ്റെ വീട്, ഒരു 10 കിലോമീറ്റർ ദൂരത്തിലാണെന്ന് പറയാണ്. അപ്പം നമ്മൾ പറയാണ്, അപ്പൂപ്പ നിങ്ങൾ ഒറ്റക്ക് പോകണ്ട, ഞാൻ വിട്ടു തരാം. ദാദാജി ആപ്പ് അക്കേല മത് ചൽന, ദാദാജി ആപ്പ് അക്കേല മത് ചൽന, നിങ്ങൾ ഒറ്റക്ക് പോകണ്ട. മേ ആപ്കോ സെറൂർ ആപ്കെ ഘർ തക് ചോട് ദൂങ്ക. മേ ആപ്കോ സെറൂർ, സെറൂർ എന്ന് പറഞ്ഞാൽ എന്തുവാണെന്നറിയോ? മേ ആപ്കോ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ഉറപ്പായിട്ടും, സെറൂർ ആപ്കെ ഘർ തക് ചോട് ദൂങ്ക, ഞാൻ നിങ്ങളെ ഉറപ്പായിട്ടും നിങ്ങളുടെ വീട് വരെ വിട്ടു തരാം. ആപ്പ് മേരെ ഗാഡി മേ ബൈഠിയേ, ഗാഡി എന്ന് പറഞ്ഞാൽ വണ്ടിയിലേക്ക് ഇരിക്കാനാണ് പറയുന്നത്. ഇപ്പോൾ ബൈക്കാണെങ്കിൽ ബൈക്ക്, കാറാണെങ്കിൽ കാർ, ഇത് കാറാണ്, അതുകൊണ്ടാണ് ഗാഡി എന്ന് പറഞ്ഞത്. ആപ്പ് മേരെ ഗാഡി മേ ബൈഠിയേ, മേരെ കാർ മേ ബൈഠിയേ, അപ്പോൾ നിങ്ങൾ എൻ്റെ വണ്ടിയിലേക്ക് ഇരിക്കുകയെന്ന് പറയാണ്. അപ്പോൾ അപ്പൂപ്പൻ വണ്ടിയിലേക്ക് ഇരുന്ന്, അപ്പോൾ നമ്മൾ അപ്പൂപ്പനെ കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. ആ വഴിയിലെത്തിയപ്പം അപ്പൂപ്പൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, യാസെ കിത്തനെ ദൂർ ദാദാജി, ഇവിടുന്ന് എന്തോരം ദൂരമുണ്ട് അപ്പൂപ്പ? അപ്പോൾ അപ്പൂപ്പൻ പറയാണ്, യാ പാസ് മേ ബേട്ടാ, യഹാ റുക്കോ, മേ ചൽക്കർ ജാവുങ്ക. ഇവിടെ അടുത്ത് തന്നെയാണ് മോനെ, മോൻ ഇവിടെയായിട്ട് നിർത്തിക്കോ, ഞാൻ നടന്നു പൊക്കോളാം. മേ പേദൽ ചൽക്കർ ജാവുങ്ക, യാ പാസ് മേ, പേദൽ ചൽക്കർ ജാവുങ്ക എന്ന് പറഞ്ഞാൽ ഞാൻ നടന്നു പൊക്കോളാം, ഇവിടെ അടുത്ത് തന്നെയാണ്. പാസ് മേ എന്ന് പറഞ്ഞാൽ അടുത്ത് തന്നെയാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. പാസ് എന്ന് പറഞ്ഞാൽ അടുത്തെന്നാണ്, ഇവിടെ അടുത്ത് തന്നെയാണ്, ഞാൻ നടന്നു പൊക്കോളാം എന്നാണ് പറഞ്ഞത്. നൈ ദാദാജി, മേ സറൂർ ആപ്കോ ആപ്കെ ഘർ തക് ചോട് ദൂങ്ക, ഞാൻ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളെ വീട്ടിൽ കൊണ്ടുവിടാം. തോ ബേട്ടാ ആപ്കോ തക്ലീഫ് ഹോഗാനാ, മുച്ചേ ചോട് ദീജിയെ എന്ന് പറയാണ് അപ്പൂപ്പൻ. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമല്ലോ മോനെ, ഞാൻ ഒറ്റക്ക് പൊക്കോളാം, മോനെന്നെ ഇവിടെ വിട്ടോ എന്ന് പറയുകയാണ്. അപ്പം നമ്മൾ പറയാണ്, വേണ്ട നൈ ദാദാജി, മേ ആപ്കോ സറൂർ ആപ്കെ ഘർ തക് ചോട് ദൂങ്ക, ഞാൻ ഉറപ്പായിട്ടും നിങ്ങളുടെ വീട്ടിൽ വിട്ടുതരാം. എന്നിട്ട് നമ്മൾ അപ്പൂപ്പൻ്റെ വീടിൻ്റെ അവിടെ കൊണ്ട് വിടുവാണ്. അപ്പോൾ അപ്പൂപ്പൻ ആപ്കെ ഘർ എന്ന് ചോദിക്കുകയാണ്, ഇതാണോ അപ്പൂപ്പ നിങ്ങളുടെ വീട് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അപ്പൂപ്പൻ പറയുകയാണ്, യേ മേരാ ഘർ ഹേ ബേട്ടാ, ആപ്പ് മേരെ സാത്ത് മേരെ ഘർ പേ ചലോ, ഏക്ക് ചായ പീക്കർ ജാനാ, നീ എൻ്റെ കൂടെ വാ മോനെ, വീട്ടിൽ വന്നൊരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറയാണ്. അപ്പോൾ നമ്മൾ അപ്പൂപ്പൻ്റെ അടുത്ത് പറയാണ്, നൈ ദാദാജി കബി ഓർ ദിൻ മേ സറൂർ ആപ്കെ ഘർ പേ ആവുങ്ക. വേണ്ട അപ്പൂപ്പ, ഞാൻ പിന്നെ എപ്പോഴെങ്കിലും വേറൊരു ദിവസം അപ്പൂപ്പൻ്റെ വീട്ടിൽ വരാം. മേ സെറൂർ ആപ്കെ ഘർ കബി ഏക്ക് ഓർ ദിൻ ആവുങ്ക. സെറൂർ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളുടെ വീട്ടിൽ, ഘർ പേ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ, സെറൂർ ഏക് ദിൻ ഒരു ദിവസം വരാം, ഏക് ദിൻ സെറൂർ ആവുങ്ക എന്ന് പറയാണ്. തോട്ടീക്കെ ബേട്ടാ, ബഹുത്ത് ധന്യവാദ് എന്ന് പറഞ്ഞാൽ വളരെ നന്ദി മോനെ, വളരെ നന്ദി. आपने इतना मदद किया मेरा, आपका भगवान आपको भगवाൻ आपका भला करेगा എന്ന് പറഞ്ഞാൽ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളെ രക്ഷിക്കും. ഭഗവാൻ ആപ്ക ഭലാ കറേഗ, നിങ്ങളെ നന്നായിട്ട് ദൈവം നിങ്ങളെ നോക്കും നന്നായിട്ട്, ദൈവം നിങ്ങൾക്ക് നല്ലത് വരുത്തും എന്നാണ് അപ്പൂപ്പൻ പറഞ്ഞത്. തൊട്ടീക്കെ ദാദാജി ധന്യവാദം എന്ന് പറഞ്ഞിട്ട്, ശരി അപ്പൂപ്പ നന്ദിയുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് വണ്ടിയിൽ. അപ്പോൾ അപ്പൂപ്പനെ നമുക്ക് വഴി വെച്ച് സഹായിക്കാൻ പറ്റി. കള്ളനോട് നമുക്ക് കുറച്ച് ഡയലോഗൊക്കെ പറയാൻ പറ്റണമെങ്കിൽ, ഇതുപോലെ ഒരു അത്യാവശ്യ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ പറ്റണമെങ്കിൽ ഹിന്ദിയിൽ ചില വാക്കുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുന്ന കാര്യമാണ്. പക്ഷേ സ്ഥിരം ഇതുപോലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാകാറുമില്ല, നമുക്കിതുപോലുള്ള കാര്യങ്ങളൊന്നും ആവശ്യത്തിൽ വരാറുമില്ല. എന്നാലും അഥവാ നമുക്ക് ഇതുപോലുള്ളൊരു ആവശ്യം വന്നാൽ അപ്പോൾ പറയേണ്ട കാര്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളെ ഇന്ന് പഠിപ്പിച്ചത്. ഇത് അപൂർവങ്ങളിൽ വല്ലപ്പോഴൊക്കെ സംഭവിക്കാവുന്ന കാര്യമാണ്. ഇതിപ്പോൾ അപ്പൂപ്പനല്ല, ഒരു പെൺകുട്ടിയാണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ സംസാരിക്കാം. അല്ലെങ്കിൽ ഒരു പ്രായത്തിൽ കുറഞ്ഞൊരു പയ്യനാണെങ്കിലും നമുക്കിതുപോലെ പറഞ്ഞ് അവനെ സഹായിക്കാൻ വേണ്ടി പറ്റും. നമുക്കിപ്പോൾ ആരെങ്കിലും സഹായിക്കേണ്ട അവസ്ഥ വരുവാണെങ്കിൽ ആ സമയത്ത് ഇതുപോലുള്ള വാക്കുകൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ ഇന്നിത് പഠിപ്പിച്ചത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കൂ ഇത് വലിയ പ്രയോജനമുള്ള കാര്യമല്ലല്ലോ പഠിപ്പിച്ചത്, ഇത്
ഇതൊന്നും നടക്കാറില്ലല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് സാഹചര്യത്തിൽ എപ്പോഴെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആവശ്യം വരുമ്പം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്. ഇത് നിങ്ങൾക്കിപ്പോൾ പഠിപ്പിച്ച വെച്ച് നിങ്ങൾക്ക് ഓരോ അർത്ഥങ്ങൾ വാക്കിൻ്റെ മനസ്സിലായി കാണുമല്ലോ ഞാൻ മലയാളത്തിൽ പറഞ്ഞപ്പം. അതിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് സംസാരിക്കേണ്ട കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ ഇങ്ങനെ പഠിപ്പിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പം ഇത്രയും പഠിച്ച കാര്യങ്ങൾ ഓർത്ത് വെക്കുക, എന്നിട്ട് നന്നായിട്ട് സംസാരിക്കാൻ വേണ്ടി പഠിക്കുക. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പതിവ് പോലെ 2 ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. ഒരു ചോദ്യം ഇന്ന് ചോദിക്കും, അല്ല അന്ന് വേണ്ട, ഒരു 2 ചോദ്യങ്ങൾ ഇന്ന് ചോദിക്കാം. ഒരു ചോദ്യം ചോദിക്കുകയാണ്. ദാദാജി आपका घर का नाम क्या है? घर का नाम क्या है എന്ന് വെച്ചാൽ എന്തുവാണ്? അത് വളരെ എളുപ്പമായിട്ടുള്ള ചോദ്യമാണ് ഒന്നാമത്. അത് ഞാൻ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ വേണ്ടി ചോദിച്ചതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം എന്നൊക്കെ വെച്ചാൽ നിങ്ങൾക്ക് അറിയാം. നാം ക്യാ ഹെ എന്ന് വെച്ചാലും അറിയാൻ പറ്റും. രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം. ആപ്കെ ഘർ പേ കോൻ കോൻ ഹേ ദാദാജി? ആപ്കെ ഘർ പേ കോൻ കോൻ ഹേ? ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. ഇത് രണ്ടിൻ്റെ അർത്ഥം മലയാളത്തിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഇത് കൊച്ചു കുട്ടികൾക്ക് വരെ പറയാൻ പറ്റും. കാരണം അത്രയ്ക്ക് എളുപ്പത്തിലുള്ള കാര്യമാണ് ഞാൻ നിങ്ങളുടെ ഇന്ന് ചോദിച്ചത്. സാധാരണ വലിയ പാട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. ഇന്ന് വളരെ എളുപ്പത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളെ അധികം ബുദ്ധിമുട്ടിപ്പിക്കാതെ ചോദിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം അറിയാമെങ്കിലും ഇല്ലെങ്കിലും മലയാളത്തിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ പറയുന്നത് കറക്റ്റാണെങ്കിൽ അല്ലെങ്കിൽ ഞാനത് പറഞ്ഞുതരാം. ധൈര്യമായിട്ട് ഉത്തരം പറയുക, കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ ഹിന്ദി ക്ലാസ്സിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ അതിനനുസരിച്ച് തിരുത്തി നന്നായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ കമൻറ്റുകളാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. മോശം കമൻറ്റുകൾ വന്നാലും നല്ല കമൻറ്റുകൾ വന്നാലും നമുക്കത് തിരുത്താനുള്ള സാഹചര്യം വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കമൻറ്റുകൾ അയക്കണം. ഇനിയിപ്പോൾ കുറ്റം പറയാനാണെങ്കിൽ പോലും കമൻ്റ് അയച്ച് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ എനിക്ക് അത് നന്നായിട്ട് തിരുത്താനും നല്ല രീതിക്ക് വീഡിയോ ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ മാക്സിമം ഹിന്ദി അറിയാൻ മേലാത്ത കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.